ഈ ദുരന്തം നടന്ന ഭാഗത്ത് നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിശയം തോന്നും. അവിടെ ഏതോ ഒരു സംഘടന, അത് ഏത് പാർട്ടിയോ മതമോ വിശ്വാസമോ എന്തോ ആയിക്കോട്ടെ, അവർ വന്നു, അവർ ഫുഡ് വെച്ച് കൊടുക്കുന്നു, വളരെ നല്ല കാര്യം. പക്ഷേ ശരിക്കും അവിടെ ചെയ്യേണ്ടത് ഗവൺമെൻറ് തന്നെയായിരുന്നു. അത് ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ താമസിച്ചു. ഇതാദ്യമേ ചെയ്യേണ്ടതാണ്, അവർ ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഇവർക്കും അവസരം ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് നിർത്തിവെക്കുക ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ അതിൻ്റെ ഉത്തരവാദിത്വം പറയേണ്ടതും ഗവൺമെൻറ്റാണ്. അപ്പോൾ റിസ്ക് എടുക്കാൻ അവർ തയ്യാറാകത്തില്ല. മാത്രമല്ല, ഇങ്ങനൊരു പരിപാടി നടത്തിക്കൊണ്ടിരുന്നവർക്ക് ശരിക്കും ഒരു ആശ്വാസം. അത് അവരുടെ കയ്യിലെ പൈസ എടുത്തിട്ട് ഇങ്ങനൊരു സമയത്ത് ഇത്രയും വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അതങ്ങനെ അവർ ഏറ്റെടുത്താൽ അത് മാറുന്നതാണ് നല്ലത്. അതിനകത്ത് വേറെ സംസാരിക്കേണ്ട ഇഷ്യൂ ഇല്ല. ഇനി ഗവൺമെൻറ് ചെയ്യാൻ പറ്റാഞ്ഞൊരു സമയം ഉണ്ടായി, അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവിടെ അങ്ങനെ ഒരു സേവനം ചെയ്തതിന് ശരിക്കും അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. അതിനകത്ത് ഒരു തെറ്റുമില്ല. പക്ഷേ അത് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെപ്പറ്റി ഒരു രീതിയിലത്തെ കമൻറ്റ് ചെയ്ത് പിണറായി വിജയൻ പൊട്ടിച്ചു, അതെന്ത് പരിപാടിയാണെന്ന് ചോദിക്കുന്നതല്ല അതിൻ്റെ ശരി. ഇത് പിണറായി വിജയൻ പൊട്ടിക്കുന്നതല്ല. അങ്ങനെ ഒരു ഉദ്ദേശം ഒരു പാർട്ടിയുടെ രീതിയിലൊക്കെ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതിൻ്റെ റിസ്ക് മറ്റവർക്കുണ്ടെന്നേ. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ ആ പറഞ്ഞ അത്രയും പേരുടെ ഉത്തരവാദിത്വവും, ഇതിനകത്തിന് എന്തെങ്കിലും ഫുഡിനകത്ത് ഇഷ്ടപ്പെടാതെ വന്നിട്ടോ വല്ല വളച്ചത് പോയെന്നോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനകത്ത് ഈ ഒരു കൂട്ടരെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. അതിനകത്ത് ഗവൺമെൻറ്റിനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ കുറ്റം പറയാൻ പോകുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് ഈ പറഞ്ഞവരെയും ഗവൺമെൻറ്റിനെയും രക്ഷപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്നുള്ളത് വേണം പറയാൻ. അപ്പോൾ അതവിടെ നിർത്തിയത് കൊണ്ട് ശരിക്കും നന്നായത് ഈ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നവർക്കാണ് കൂടുതൽ ഉത്തരവാദിത്വം മറ്റവർ ഏറ്റെടുത്തില്ല. ഗവൺമെൻറ് അത് ഫുള്ളായിട്ട് ഏറ്റെടുത്തു. അത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. അല്ലാതെ അതിനെപ്പറ്റി ചർച്ച ചെയ്യാനോ വാർത്തയാക്കാനോ അല്ല അങ്ങനെ നമ്മൾ കഴിഞ്ഞു. അതിനിടയിൽ കയറി ഇതിനെപ്പറ്റി വലിയ സംസാരത്തിൻ്റെ ആവശ്യമേ ഇല്ല. ആവശ്യമില്ലാത്തൊരു സംഭവം ഇതിനിടയിൽ കയറ്റി. എല്ലാവരും പറയും മോഹൻലാൽ എന്തിനു പോയി, മോഹൻലാൽ വന്നു, അതൊരാവശ്യമില്ലാത്ത സംഭവം. ഇപ്പോൾ ഇതേ ഹോട്ടൽ തീരെ ആവശ്യമില്ലാത്ത സംഭവം. അവിടെ പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ അത് മിലിറ്ററിയാണ്. മിലിറ്ററിക്ക് മിലിറ്ററിയുടേതായ രീതികളുണ്ട്. മിലിറ്ററി അത് ചെയ്തോളും. മിലിറ്ററിക്കാരെന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടി മാത്രം ഏറ്റവും കൂടുതൽ ഫെസിലിറ്റി ഉള്ളത് മിലിറ്ററിയുടെയിലാണ്. അല്ലാതെ ഇവിടെ ഉള്ളവരൊന്നും ഒന്നും ചെയ്തില്ലേ പോലും അവരെ ചെയ്തോളൂ. അവർ നിസ്സാര നേരം കൊണ്ട് ചെയ്യും. ആ ഒരു എഫിഷ്യൻസി എബിലിറ്റി ഉള്ള ആളുകളാണ് അവിടെ വന്നിരിക്കുന്നത്. അവിടോട്ട് സാധാരണക്കാരും പോകേണ്ട ആവശ്യം പോലും ഇല്ല. അവർ ഈ പറഞ്ഞു വരുന്നവരെക്കാളും എന്തുകൊണ്ടും വെൽ എക്യുപ്ഡ് ആൻഡ് ട്രെയിൻഡ് ആയിട്ടുള്ള ഉത്തരവാദിത്വമുള്ള ഏറ്റവും വേഗത കാര്യം ചെയ്യാൻ പറ്റുന്നവരുള്ളപ്പോൾ എന്തിനാണ് വേറെ ആളുകൾ അവിടെ പോകേണ്ടത്? എല്ലാം മിലിറ്ററി ആവശ്യപ്പെടണം. അത് മിലിറ്ററിയെ സംബന്ധിച്ച് ഇത് ചെറിയ കേസാണ്. അവിടെ ഒരുത്തിനും പോകണ്ട. അതിനകത്ത് മോഹൻലാലും പോകണ്ട. മോഹൻലാൽ എന്ന് പറഞ്ഞു കൊടുക്കാനും വേണ്ടിയുള്ള വലിയ സംഭവമാണെങ്കിൽ മോഹൻലാൽ പോകത്തില്ല, അങ്ങോട്ട് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതൊരു ഞാൻ പറഞ്ഞില്ലേ, ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന അപകടങ്ങളും ഈ പറഞ്ഞ നാച്ചുറൽ കലാമിറ്റീസും അല്ലാത്ത കലാമിറ്റീസും ഇനി മറ്റേ ഈ മനുഷ്യരായിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതിർത്തി പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യുന്ന ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെൻറ്റ് വരുമ്പോൾ സത്യത്തിൽ ആരും അങ്ങോട്ട് പോകണ്ട, മന്ത്രിമാരും പോകണ്ട. ഇത് ചുമ്മാ അവിടെ ചെന്ന് വായ മുടിച്ച് നിൽക്കാനല്ലേ ഇവർ പോകുന്നേ. അവരെന്തോ ചെയ്യുന്നതെന്ന് അവരെക്കാൾ നന്നായിട്ട് അറിയാവുന്ന വേറെ ആരുമില്ല ഇവിടെ. അതുകൊണ്ടാണ് ഞാനെന്ന് പറഞ്ഞ് മോഹൻലാൽ പോയതും ടൈം വേസ്റ്റ്. മിലിറ്ററി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ ഏറ്റവും എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ വന്ന് ഇടപെടുന്നിടത്ത് ആദരിക്കാൻ വേണ്ടി എന്തോ ഒന്ന് കൊടുത്തതാണ്. അങ്ങനെ ഒരാൾ വേഷം കെട്ടി അവിടെ ചെന്നൊന്നും ചെയ്യാനൊന്നുമില്ല. വേസ്റ്റ് ഓഫ് ടൈം. മിലിറ്ററിയുടെ മാത്രമല്ല, മോഹൻലാലിൻ്റെയും ഈ വാർത്താ ചാനലിൽ ഈ വാർത്ത കണ്ടുകൊണ്ടിരുന്നവരുടെയും അവിടെ കുരുങ്ങിപ്പോയിട്ട് രക്ഷാപ്രവർത്തനത്തിനിടെ ഇനിയിപ്പോൾ ആ ഒരു 2-3 മണിക്കൂർ കൊണ്ട് മരിച്ചുപോയവരുടെ നഷ്ടം. അതുപോലെ ഈ ഫുഡിൻ്റെ കേസ് ഗവൺമെൻറ് അത് ഏറ്റെടുത്ത് എന്തുകൊണ്ട് നന്നായി. അതിനകത്ത് ഗവൺമെൻറ്റിന് ഇപ്പോൾ ഇച്ചിരി താമസിച്ചു, ഇല്ലോളം താമസിച്ചാലും വന്നല്ലോ. ഇത് ആദ്യമേ തൊട്ടേ ചെയ്യേണ്ട കാര്യമാണ്. ആദ്യം തന്നെ അവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കേണ്ട സംഭവം ചെയ്യാൻ പറ്റാതെ പോയതൊരു പരാജയമാണ്. ഓക്കെ, അതിനകത്തുനിന്ന് അത് പരാജയം കണ്ടിന്യൂ ചെയ്യണോ? അതവർക്ക് ഇപ്പം ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്നിപ്പോൾ ചെയ്തു മതി. അതിനകത്ത് ഇവരെന്തിനാ കിടന്ന് സംസാരിക്കുന്നത്? ഇതിനകത്ത് ഇവിടെ എന്തിനാ അതിനിടയിൽ ഒരു കുത്തിത്തിരിപ്പ്? പിന്നെ എല്ലാവരും പറയുന്നത് മോഹൻലാൽ 3 കോടി കൊടുത്തില്ലേ, 1000 രൂപ കൊടുത്തവർ 100 കൊടുത്തവരുണ്ട്, എല്ലാം ഒരുപോലെ ഉള്ളൂ. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ അനുഭവം പറയാം. ഞാൻ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ പരിപാടി നടത്തിയപ്പോൾ 1 ലക്ഷം രൂപ തരുന്ന ആളുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആളാണ്. 100 തരുന്ന ആളുണ്ട്, 1000 തരുന്നവരുണ്ട്, 10,000 ഇടുന്നവരുണ്ട്, 5000 ഇടുന്നവരുണ്ട്.
ഞാൻ ഇന്നേ വരെ ഒരാളെ വേർതിരിച്ച് അവിടെ കൂടുതൽ ഒരാളോട് പ്രീതിപ്പെടുത്തി സംസാരിക്കുകയോ അങ്ങോട്ട് കുറേ മെസ്സേജ് അയച്ച് സുഖിപ്പിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ പൈസ തന്ന ഒരാൾ, എനിക്ക് 1,00,000 രൂപ ഡൊണേറ്റ് ചെയ്ത ഒരാൾ വലിയ ആൾ എന്നുള്ളൊരു സാധനം ഇന്നേ വരെ തോന്നിയിട്ടില്ല. കാരണം അയാളത് ചെയ്യുമ്പോൾ അയാൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് പബ്ലിഷ് ചെയ്യരുത്, അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല, നിങ്ങൾ ആ ലിസ്റ്റ് ചെയ്യുന്നിടത്ത് പേരൊന്നും എഴുതി കാണിക്കരുതെന്ന്. ഞാൻ അങ്ങനെ ആരുടെ എഴുതി കാണിക്കുന്നില്ല. ആദ്യം ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ ഡൗട്ട്സ് അവർ ക്ലിയർ ചെയ്യുന്ന, ഞാൻ അങ്ങനെ ആരുടെ എഴുതി കാണിക്കുന്നില്ല. അങ്ങനെ വ്യത്യസ്തനാവുന്നത് ഇനിയിപ്പോൾ അയാൾ ഇനിയിപ്പോൾ ഒരു ദിവസം തരാതിരിക്കാനും അയാൾക്ക് പറ്റത്തില്ലേ? ഉള്ളപ്പോൾ അയാൾക്ക് പറ്റുന്ന അയാളുടെ ആ ഒരു എല്ലാവരുടെയും 1000 രൂപ കിട്ടുന്നവൻ 100 രൂപ തരുന്നു. കൂലിപ്പണി കഴിഞ്ഞ ഒരാൾ വരുമ്പോൾ ഒരാൾ വിഷമം കണ്ടിട്ട് അയാൾ പൈസ തരുന്നു. അതിവിടെ എല്ലാ മനുഷ്യരും ഒരുപോലെ കാണേണ്ട ഒരു കാര്യമല്ല. അല്ലാതെ അതിനകത്ത് PR വർക്ക് ചെയ്യുന്നവരും എല്ലാവരും ഇവിടെ സിനിമാടന്മാർ കൊടുത്തതിൻ്റെ പോസ്റ്ററുകൾ നിരത്തി ഫേസ്ബുക്കിൽ അടിച്ചു വെക്കുക, വാർത്താ മാധ്യമങ്ങളിൽ മോഹൻലാൽ വന്നു, മോഹൻലാൽ തന്നു, മോഹൻലാൽ ദൈവം. മോഹൻലാൽ ഇത് മുഴുവനും ഏറ്റെടുത്തിട്ടൊന്നുമില്ല. അല്ലെ മോഹൻലാലാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ പറഞ്ഞവരെ പോലെ തന്നെ എല്ലാവരും ഈക്വലാണ്. ആ ഇക്വാളിറ്റിയുടെ ഒരു 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 ആശയം പോലും മനസ്സിലാകാത്ത ആൾക്കാർ ഇതിനകത്ത് പൈസയാണോ എല്ലാവരും കൊടുത്തത്? എത്രയോ മനുഷ്യരവിടെ ഇറങ്ങിച്ചെന്നു, ചെളിക്കാതെ വിടുന്ന് പറഞ്ഞ് കുറേ പേർക്ക് പരിക്കേറ്റു. ഈ പെരുമഴയത്തും കാറ്റത്തും അവിടെ ഒരു റെയിൻകോട്ട് പോലും ഇല്ല നിന്നവരെയൊക്കെ കളിയാക്കുന്ന പോലത്തെ പ്രചരണം ഉണ്ടല്ലോ. അത് കണ്ടാൽ എനിക്ക് അങ്ങനെ പറയാൻ തോന്നും. അത് കണ്ടാൽ എങ്ങനെ പറയായിരിക്കും? ചേട്ടാ, മോഹൻലാൽ ഫേമസ് ആളായതുകൊണ്ട്, മോഹൻലാലിന് കോടിക്കണക്കിന് സ്വത്തുള്ളത് കൊണ്ട് അയാൾ ചെയ്തത് കുറവാവുകയോ കൂടുതലാവുകയോ ചെയ്യുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഇത് ഭയങ്കര കൂട്ടിക്കാണിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഈ പാവപ്പെട്ടവനൊക്കെ ഇവിടെ എത്ര ഓട്ടോക്കാർ ഓരോ ദിവസത്തെ അവരുടെ ചെറിയ ശമ്പളത്തിൽ നിന്ന് അവർ പൈസ കൊടുത്തിട്ടുണ്ടാവും. അവരാരും കാണുന്നു അറിയുന്നൊന്നുമില്ല. അവിടെ നിന്നവനും ആ മഴയത്ത് കിടന്ന് മരിച്ചു പണിയെടുത്തവനെ ആർക്കും അറിയത്തില്ലെന്ന്. ഒരു ദിവസം ഒരു വേഷം കിട്ടി വന്ന് പ്രഹസന നാടകങ്ങൾ അവതരിപ്പിച്ച് ഇൻഡയറക്റ്റായിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട് CMന്റെ ഫണ്ടിൽ 25 ലക്ഷം കൊടുത്തുള്ളൂ, ബാക്കി 3 കോടിയുടെ പരിപാടി പുള്ളിയുടെ ട്രസ്റ്റിൽ കൂടെ ചെയ്യുമെന്ന്. എന്താണ് ആ 3 കോടിയും കൂടെ എടുത്ത് CMന്റെ ഫണ്ടിൽ കൊടുത്താൽ എന്താ? അഖിൽമാരാറും മോഹൻലാലും തമ്മിലുള്ള ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. മോഹൻലാൽ CMന്റെ ഫണ്ടിൽ ഒന്നും കൊടുത്തില്ല, പകരം 4 വീടെന്ന് പറഞ്ഞു. അവനുള്ള കാശ് വെച്ചിട്ട് അവൻ പറഞ്ഞു, അവൻ്റെ മാത്രം പൈസയുടെ കാര്യം അവൻ പറഞ്ഞത്. മോഹൻലാൽ ചെയ്തത് പുള്ളി 25 ലക്ഷം അവിടെ കൊടുത്ത് അവരെ സെറ്റിൽ ചെയ്തു. പക്ഷേ 3.5 കോടി എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഞാൻ എൻ്റെ രീതിയിൽ ഞാനത് വേണ്ട രീതിയിൽ ചെയ്തു. അതിനകത്ത് വേറെ നടന്മാരൊന്നും ചെയ്യാത്തൊരു പരിപാടി അതിനകത്തുണ്ട്. മറ്റൊരു നടന്മാരും അങ്ങോട്ട് പോയിട്ടില്ല. മോഹൻലാലിന് എക്സ്ട്രാ ഒരു ഫിറ്റിംഗ് ഉണ്ട്, കേണൽ അങ്ങനെയൊക്കെ. ഈ ആദരിക്കാനായിട്ട് ഒരാൾക്കൊരു സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെല്ലണം എന്നുള്ള റിക്വയർമെൻറ്റ് എവിടെയാണ്? ഇവർ പറഞ്ഞത് എന്താണ്? മിലിറ്ററിയിലേക്ക് ആൾക്കാർ കുട്ടികളെ ചെറുപ്പക്കാരെയൊക്കെ ആകർഷിക്കാനാണല്ലോ ഇങ്ങനത്തെ പട്ടങ്ങളൊക്കെ സ്പോർട്സ് പേഴ്സണും സിനിമാടനും ഒക്കെ കൊടുത്തത്. അത് മിലിറ്ററിയിലേക്ക് ആരെങ്കിലും അങ്ങനെ ആകർഷിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മിലിറ്ററിയിലേക്കുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടൊരു ഐക്കൺ പോലെ വെച്ചെന്നേ ഉള്ളൂ. അല്ലാതെ മിലിറ്ററി ഓപ്പറേഷൻസിൽ തന്നെ ഇടപെടേണ്ട ആവശ്യം അങ്ങനെയുള്ളവർക്കില്ല. അതല്ലല്ലോ അതിൻ്റെ ഉദ്ദേശം. അങ്ങനെ ഉദ്ദേശം മിലിറ്ററി ഉണ്ട് എന്ന് പറഞ്ഞാൽ മിലിറ്ററിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് നമുക്ക് തോന്നും. കാരണം ഇങ്ങേരെ അറിയില്ലല്ലോ എന്താ സംഭവം എന്ന്. ബേസിക്കായിട്ട് നമ്മൾ വീട്ടിലിരിക്കുക, വേലക്കാരെ സാധനങ്ങൾ മേടിക്കാൻ പറഞ്ഞു വിടുക, കൊറോണയാണ് സമയം എന്ന ഒരു മഹത്വ വചനം നടത്തിയ ഒരു മനുഷ്യൻ, സഹജീവികളോട് ഒരു മനുഷ്യനോട് വളരെ നല്ല മനുഷ്യർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഉപദേശം കൊടുത്ത ഇയാളെ വിളിക്കുമ്പോൾ എനിക്ക് താല്പര്യമില്ല അങ്ങനെ ഒരാൾ ഇവിടെ ഒരു അഭിപ്രായം പറയുന്നത് പോലും. അത് എങ്ങനെ തെളിയിച്ചിട്ടുള്ള എവിടെയെങ്കിലും കൃത്യമായൊരു നിലപാട് ഉറച്ചു പറഞ്ഞിട്ടുള്ള ആളാണോ എന്ന് ചോദിച്ചാൽ അത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു ക്വാളിറ്റി ആളിലില്ല. വൈറസിനെയും ബാക്ടീരിയയൊക്കെ വിളക്ക് കത്തിച്ചിട്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ പിന്നെ പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാണ് ഇങ്ങനെ ഇരുന്ന് പോഴത്തരങ്ങൾ പറയുകയും കാണിക്കുകയും ചെയ്യുന്നത്. ഏറ്റവും ജനാധിപത്യ മര്യാദ പാലിക്കേണ്ട ഒരു ക്യൂവിൽ തള്ളിക്കയറി ചെന്നിരിക്കുന്നു. അതും ഇലക്ഷന് വോട്ട് ചെയ്യാൻ നിന്ന എല്ലാ ഇന്ത്യൻ പൗരന്മാരുടെ ഇടയിൽ ഞാനൊരു വേറെ മുന്തിയ പൗരനാണെന്ന് സ്വയം തോന്നിയിട്ട് മുന്നോട്ട് തള്ളിക്കയറി വന്നപ്പോൾ അവിടെ ആ ഒരു മനുഷ്യൻ ഇയാളെ പുറകിലോട്ട് മാറ്റി നിർത്തുന്നൊരു സംഭവം ഉണ്ടായി. അത് കാവ്യമാധവനും ഇടയ്ക്കങ്ങോട്ട് തള്ളിക്കയറിയിട്ട് ആരാണ്ട് പുറകിലോട്ട് കേട്ടു. ഇതൊക്കെയാണ് പവറുണ്ട്, ഞാൻ കൂടിയ ആളാണെന്ന് തോന്നുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്നത്. അല്പന്മാരേ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ട് എന്ത് പറയാന്? അല്ലെ ഇതിനെപ്പറ്റി എന്തെങ്കിലും പഠിച്ചിട്ടുള്ള ആളാണോ? വേറെ മുൻപ് എക്സ്പീരിയൻസ് ഉള്ള ആളാണോ? അല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ ദുരന്തം സംഭവിച്ച സ്ഥലത്ത് റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്നിടത്ത് അൺപ്രൊഫഷണൽ, അതുപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ, ഡെസിഗ്നേറ്റഡ് അല്ലാത്തവർ ഒരു കാരണവശാലും പോകരുതെന്നുള്ളതാണ്. അതുകൊണ്ട് മമ്മൂട്ടി പോയില്ല, വേറെ ഒരു നടന്മാരും പോയില്ല. അവിടെ അതൊരു അധികപ്പറ്റാണ്.
അവിടെ നിൽക്കുന്നവന്മാരെല്ലാം ഞാൻ നോക്കുമ്പോൾ അതാണ്ടാ തുള്ളിച്ചാടി ക്യാമറയൊക്കെ ആയിട്ട് നടക്കുന്നത്. അയ്യോ, ശ്രദ്ധ തെറ്റി പണിക്ക് വന്ന് എന്തിനാന്ന് പോലും അറിയാത്തൊരു അവസ്ഥ ഉണ്ടാക്കി. അതിനകത്ത് ചില പട്ടാളക്കാരും പെടുന്നുണ്ട്. അവർ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്ന സമയത്ത് രക്ഷിച്ചവരോടൊക്കെ നിന്നൊരു സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യേണ്ടതിന് പകരം അല്ലേ സെൽഫി എന്ത് വേണേൽ കാണിച്ചോട്ടെ. ഈ ദൗത്യം നടക്കുന്ന അവർ വർക്ക് ചെയ്യേണ്ട സമയത്തിൽ ഒരു കുറേ സമയം ഇതിനു വേണ്ടി മാറ്റി വെക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു പരാജയമുണ്ട്. അത് മനസ്സിലാവത്തില്ലേ? അത്രയും വർക്കിംഗ് അവേഴ്സ് ഇങ്ങനൊരാൾക്ക് വേണ്ടി ചെലവഴിക്കാൻ എന്താണ് അവിടെ ഉണ്ടായ ദുരന്തം? ഇവർ കേരളത്തിലെ മറ്റൊരു വലിയ ദുരന്തം വരുന്നത് പോലെയാണോ കണ്ടത് ഈ മോഹൻലാൽ വരുന്നത്? ദുരന്തം ഈ പറഞ്ഞ പോലെ മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവർ ഒരു പ്രത്യേക ഏരിയയിൽ തടിച്ചു കൂടുക, അവിടെ നിന്ന് എന്തൊക്കെയോ ഒരാളോട് പറയുന്നു, ചെയ്യുന്നു, അയാൾക്ക് ചുറ്റും കൂടുന്നു, ഈ വരുന്ന സാധനത്തിൻ്റെ ഫോട്ടോ എടുക്കുന്നു, അതിന് ചുറ്റും നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ എനിക്ക് തോന്നിയത് അവരവിടെ വലിയൊരു ദുരന്തം കണ്ടപ്പോൾ അവരെ എന്തോ സാധനം രക്ഷിക്കാൻ വന്ന പോലെയല്ലേ. കൃത്യനിർവഹണത്തിൽ ഒരു ചെറിയ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. മോഹൻലാൽ എന്ന് പറഞ്ഞ ആളല്ല, ഏതൊരാൾ വന്നാലും അയാളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞറിയിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഹയർ അതോറിറ്റീസ് ആരെങ്കിലും ഒരാൾ വന്നു നിന്ന് ഒരാൾ പറഞ്ഞാൽ പോരെ. അതും എവിടെ നിന്ന് ഇത് അവിടെ വരെ പോകണോ ഇത് പറയാൻ? ഒരു ഫോൺ വിളിച്ച് ചോദിച്ചാലും ഇതൊക്കെ അറിയാം. എന്നിട്ട് മോഹൻലാൽ എന്താ പറഞ്ഞതെന്നറിയോ? എന്തുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഞാൻ 3 കോടി കൊടുക്കാമെന്ന്. ഇത് പറയാൻ അവിടെ വരെ പോകണ്ട. 5 കോടി രൂപ നേഴ്സുമാർ കളക്ട് ചെയ്ത് കൊടുത്തു. അവരധ്വാനിക്കുന്ന പൈസയെന്ന് ഒരു തട്ടിപ്പും വെട്ടിപ്പും ഇല്ല, ഒരു പരസ്യവും കൊടുക്കണ്ട, ഒരു ട്രസ്റ്റും ഇല്ല. ആ ട്രസ്റ്റ് ഉണ്ട്, അവർക്ക് എന്തോ ഉണ്ട്, അവർക്ക് ടാക്സ് എക്സംഷൻ വേണ്ട, പബ്ലിസിറ്റി വേണ്ട. 5 കോടി നേഴ്സുമാരുടെ അസോസിയേഷൻ. ആസാദ് മൂപ്പന് വേണ്ട 4 കോടി. യൂസഫ് അലിയുടെ മരുമോൻ 50 കോടി കൊടുത്തെന്നൊക്കെ പറയുന്നു. ഓ, അയാളപ്പോൾ അവിടെ വരെ പോകാതെ ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ ഡോക്ടറാണ്, അതുകൊണ്ട് ദൂരെ നിന്ന് കണ്ടാലും മനസ്സിലാകുമായിരിക്കും. വിദ്യാഭ്യാസവും വിവരമൊക്കെ ഉള്ള ആൾക്കാർ അതൊക്കെ മതി, TV കണ്ടാൽ മതിയായിരിക്കും. അതിൽ കൂടുതലൊന്നും വേറെ എക്സ്ട്രാ ഒന്നും മോഹൻലാൽ ചെയ്തിട്ടില്ല. ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന ഇതിന് ഉത്തരവാദിത്തപ്പെട്ട സകല ആളുകളും പൊട്ടന്മാരായിരിക്കണം. ഇവർ ഈ പറയുന്ന മീഡിയ ഹൈപ്പ്, ബഹളം, പിന്നെ ഈ പറയുന്നവരാരും മോഹൻലാൽ പൈസ ഇട്ടതുകൊണ്ടിട്ടതൊന്നുമല്ല. മോഹൻലാൽ പൈസ ഇട്ടില്ലെങ്കിൽ ഇവരൊക്കെ ഇടും. മമ്മൂട്ടി ഇട്ടിട്ടുണ്ട്, പിന്നെയാണ് മമ്മൂട്ടിയൊക്കെ ആദ്യമേ ഇട്ടു. മോഹൻലാലിനൊക്കെ മുമ്പ് വിക്രവും കമലഹാസനും ഒക്കെ ഇട്ടു. സൂര്യയുടെ അനിയനും ജ്യോതികയൊക്കെ ഇട്ടു. അങ്ങനെ നടന്മാരുടെ കേസ് നോക്കണ്ട. നടന്മാർക്ക് തോന്നിയപ്പോൾ ഇട്ടോട്ടെ, എപ്പോൾ വേണേലും ഇട്. അവരുടെ ഒരു 10-35-40 കോടി വന്നിട്ടുമുണ്ട്. ചെറിയ സഹായമൊന്നുമല്ല എല്ലാവരും ചെയ്തിട്ടുള്ളത്, നല്ല കാര്യമൊക്കെ തന്നെ. ഇനിയിപ്പോൾ മോഹൻലാലിൻ്റെ 3.5 കോടി അങ്ങ് തിരിച്ചു കൊടുത്താലും ഒന്നും സംഭവിക്കാനില്ല. അതുകൊണ്ട് ഇയാളാണ് ഏറ്റവും വലുത്, ഇയാളില്ലാന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് പറഞ്ഞുള്ള ഈ PR വർക്ക് ഉണ്ടല്ലോ, പിന്നെ മീഡിയക്കാരാണെങ്കിലും അടിച്ചു തള്ളി വിടുന്നത്. ആരാണ്ട് പറഞ്ഞ് ഇങ്ങനെയുള്ള ഏത് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ആരും കളിയാക്കരുതെന്ന് ഒരാളെ എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്ത സംഭവം വരെ അത് കോമഡിയാണ്. അപ്പോൾ മൊത്തത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ പ്രത്യേകിച്ച് ഒരു ദുരന്തം നടന്ന സ്ഥലത്തോട്ട് മറ്റാരും സാധാരണക്കാർ പോകരുത്, ആരും പോകരുത്. അവിടെ ആവശ്യമുണ്ടെങ്കിൽ അവർ ഉത്തരവാദിത്തപ്പെട്ടവർ അവർ റിക്വസ്റ്റ് ചെയ്താണ് എന്തോ ഒരു ആവശ്യത്തിന്, അത് എന്തായിരുന്നെന്ന് ഞാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാവരും വളരെ കൃത്യമായിട്ട് അവിടെ എത്തി. അവരെ കൊണ്ട് പ്രയോജനമുണ്ട്. അത് ആവശ്യം വരുമ്പോൾ അവർ വിളിക്കും, അപ്പോഴേ പോകാവൂ. എല്ലാവരും നോക്കിയിരിക്കണം, വിളിക്കുന്നുണ്ടോ, എന്തെങ്കിലും ഇത് വരുന്നുണ്ടോ. പക്ഷേ എനിക്ക് വേറെ പ്രശ്നമുണ്ട് കേട്ടോ. ഒരു ഓഡിയോ കണ്ടു, ഒരു ഓഡിയോ കേട്ടു. ഒരു പെങ്കൊച്ച് വിളിച്ച് ഏതോ ന്യൂസ് ചാനലിനോട് പറയുന്നത് ഞങ്ങളൊക്കെ ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു, ഇവിടെ എന്താവുമെന്ന് അറിയത്തില്ല, ഞങ്ങൾ രക്ഷിക്കും. പിന്നെ ആ കുട്ടിയെ പറ്റി ഒരു വിവരമില്ലെന്നാണ് പറയുന്നത്, അവർക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ന്യൂസിൽ അന്ന് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആദ്യം പൊട്ടിയ സമയത്ത് തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ വാർത്ത ഉത്തരവാദിത്തപ്പെട്ടവർ അപ്പം കേട്ടില്ലേ? ഒരു ഹെലികോപ്റ്റർ പറന്ന് ഈ പറയുന്ന കുട്ടിയുടെ മൊബൈൽ ടവർ ട്രേസ് ചെയ്ത് അവിടെ എത്തി വിതിൻ എത്ര മിനിറ്റിനുള്ളിൽ അവരെ എവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു എന്ന് ആരെങ്കിലും ചിന്തിക്കാത്ത എന്താ? ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അവിടെ അങ്ങനെ ഒരു മണ്ണിടിച്ചിലുണ്ടായെന്ന് പറയുന്ന വാർത്തയിലാണ് വരുന്നത്. അപ്പം തന്നെ അതിപ്പോൾ ഒരു വലിയൊരു മനുഷ്യനാണെന്ന് വിചാരിക്കും. വലിയ മനുഷ്യനുണ്ട് ഇവിടെ, വലിയ മനുഷ്യനും ചെറിയ മനുഷ്യരും ഇടത്തരം മനുഷ്യരുള്ള നാടായതുകൊണ്ട് പറയുക. അങ്ങനെ ആരെങ്കിലും ആണ് വിളിച്ച് പറയുന്നെങ്കിൽ, നേരത്തെ ലോറി ഒരാൾ മരിച്ചില്ല, ലോറി മണ്ണ് പോയിട്ട് ഡ്രൈവർ ആയതുകൊണ്ട് ചിലത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കർണാടക ഗവൺമെൻറ്റിനൊക്കെ നമ്മളെന്തോ പറഞ്ഞല്ലോ. അതുപോലെ ഈ കുട്ടി എവിടെയോ ഒരു ദുരന്തം നടന്ന സ്ഥലത്തുനിന്ന് വിളിച്ചപ്പോൾ അപ്പം തന്നെ പറന്നിറങ്ങാഞ്ഞ ആളുകൾ ആരൊക്കെയാണ്?
അത് ഏത് പാതിരാത്രിയിലാണെങ്കിലും പെട്ടെന്ന് എത്തണ്ടേ? അതെങ്ങനെയാണ് അത് മിസ്സായത്? വിളിച്ച് പറഞ്ഞു കഴിഞ്ഞ് പിന്നെയും ഒന്നുകൂടെ വിളിക്കുന്നുണ്ട്. കുറേ സമയമുണ്ട് അതിനിടയിൽ എപ്പോഴും. അതിൻ്റെ കൃത്യമായ ടൈമും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ പരാജയമുണ്ട്. അത് ആരുടെ പരാജയമാണ് എന്നെനിക്കറിയത്തില്ല. ഡിസാസ്റ്റർ നടക്കുന്നതിന് മുമ്പുള്ള റെസ്ക്യൂ ചെയ്യുന്നവരുടെ പരാജയമാണോ, അതോ ഹെലികോപ്റ്ററിൻ്റെ പൈലറ്റിൻ്റെ പരാജയമാണോ, അതോ ഈ കേട്ടിരുന്ന ന്യൂസ് മീഡിയ അല്ലെങ്കിൽ ആ ചാനലുകാരുടെ പരാജയമാണോ, അവർ വേറെ എവിടെയൊക്കെ അറിയിച്ചു അവിടെ നിന്ന് പിന്നെ മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പോയതിൻ്റെ പരാജയമാണോ? അങ്ങനെ ഒരു സംഭവം അവിടെ ഞാൻ ഓഡിയോ കേട്ടു. അതിനകത്തുനിന്ന് അവർ ഇവിടെ നിന്ന് പ്രചരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ ആ കുട്ടിയെ പറ്റി ഇപ്പോൾ വിവരമില്ല, അതൊന്ന് വിളിച്ചിരുന്നു, അവരെന്താ സംഭവിച്ചെന്ന് അവർക്ക് അറിയത്തില്ല. അവസാനം കൊച്ച് കരഞ്ഞ് പറയുന്നൊരു സാധനമൊക്കെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ ഈ പേഴ്സണെ മാറ്റി അവിടെ നമ്മളീ പറയുന്ന പോലെ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണെന്നെങ്കിൽ ഉണ്ടാവുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ എന്നെനിക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടാവേണ്ടതാണ് അല്ലേ? ശരിയല്ലേ? അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ ആ ഓഡിയോ കേട്ടപ്പോൾ എനിക്ക് തോന്നി ആ കുട്ടി എവിടെയാണെന്ന് ഇപ്പോൾ അറിയത്തില്ലെന്ന്.